Hello friends, welcome to CS Learning Hub. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ ഷെഡ്യൂളിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. UGC നെറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. കൺസിഡർ എ സിസ്റ്റം വിച്ച് ഹാസ് എ CPU bound process which requires the burst time of 40 seconds. Okay, then multi-level feedback queue scheduling algorithm is used and the queue time quantum 2 seconds and in each level it is incremented by 5 seconds. Then how many times the process will be interrupted and on which queue the process will terminate the execution. ഓക്കെ, നമ്മൾ മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ ഷെഡ്യൂളിങ്ങിനെ കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിന് റെഫർ ചെയ്യാം. മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ ഷെഡ്യൂളിങ്ങിൽ മൾട്ടിപ്പിൾ ക്യൂസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്നിട്ട് ഓരോ റെഡി ക്യൂവിനും ഒരു പെർട്ടിക്കുലർ ടൈം ക്വാണ്ടം അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു പ്രോസസ്സ് വരികയാണെങ്കിൽ ഫസ്റ്റ് ക്യൂ 1 അത് എക്സിക്യൂട്ട് ചെയ്യുന്നു പറഞ്ഞു. അത് എക്സിക്യൂട്ട് ചെയ്ത് ആ പെർട്ടിക്കുലർ ടൈം ക്വാണ്ടം എക്സ്പയർ ആവുമ്പോൾ അതിൻ്റെ പ്രയോറിറ്റി റെഡ്യൂസ് ആവും. ഒപ്പം തന്നെ ആ പ്രോസസ്സ് പ്രിയംപ്റ്റ് ചെയ്ത് നെക്സ്റ്റ് ക്യൂയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് അതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞിരുന്നത് നമ്മൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ക്വസ്റ്റ്യനിൽ ഓൾറെഡി നമുക്ക് ഒരു CPU ബൗണ്ട് പ്രോസസ്സാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബേസ്റ്റ് ടൈം എന്ന് പറയുന്നത് 40 seconds ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഫസ്റ്റ് ക്യൂ 1 ടൈം ക്വാണ്ടം എന്ന് പറയുന്നത് 2 seconds ആണ് ഫസ്റ്റ് ലെവലിൽ. പിന്നെ ഓരോ ലെവൽ പോകുന്തോറും അതിൻ്റെ ടൈം ക്വാണ്ടം 5 seconds വെച്ച് ഇൻക്രിമെൻ്റ് ആവുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ടോട്ടൽ എക്സിക്യൂഷൻ 40 seconds ആണ്. നമ്മളിവിടെ എത്രാമത്തെ ക്യൂവിലാണ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ എത്ര ടൈമാണ് പ്രോസസ്സ് ഇൻറ്ററപ്റ്റ് ചെയ്യുന്നതെന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പ്രോസസ്സ് വരുമ്പോൾ ക്യൂ 1 എൻ്റർ ആവും അല്ലേ. ക്യൂ 1 ടൈം ക്വാണ്ടം എത്രയാണ്, 2 seconds. അപ്പോൾ നമ്മുടെ പ്രോസസ്സിൻ്റെ ടോട്ടൽ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് 40 seconds ആണ്. ക്യൂ 1 2 seconds പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യും. 2 seconds കഴിയുമ്പോൾ അവിടെ നിന്ന് പ്രിയംപ്റ്റ് ചെയ്ത് നെക്സ്റ്റ് ക്യൂവിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ 2 seconds കഴിയുമ്പോൾ 38 seconds ആണ് ഇനി റിമൈനിങ് ഉള്ളത്. അപ്പോൾ ക്യൂ 2 ഷിഫ്റ്റ് ചെയ്യും. ക്യൂ 2 അതിൻ്റെ ടൈം ക്വാണ്ടം എന്ന് പറയുന്നത് 7 seconds ആണ്. കാരണം എന്താ, നമ്മളോട് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഓരോ ലെവൽ പോകുന്തോറും 5 seconds വെച്ച് ഇൻക്രിമെൻ്റ് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ടൈം ക്വാണ്ടം 2 seconds ആയിരുന്നു. ക്യൂ 2 വന്നപ്പോൾ 2 + 5 7 seconds, 5 seconds ഇൻക്രിമെൻ്റ് ആയി. അപ്പോൾ ടോട്ടൽ ടൈം ക്വാണ്ടം എന്ന് പറയുന്നത് 7 seconds ആണ്. ക്യൂ 2 7 seconds കൂടെ പ്രോസസ്സ് എക്സിക്യൂട്ട് ആവും. അപ്പോൾ ടോട്ടൽ 38 - 7 31 seconds വരെ എക്സിക്യൂട്ട് ആയി. 31 വീണ്ടും ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. വീണ്ടും ക്യൂ 3 ഷിഫ്റ്റ് ആവും. ക്യൂ 3 ടൈം ക്വാണ്ടം എത്രയാണ്, വീണ്ടും 5 seconds ഇൻക്രിമെൻ്റ് ചെയ്തു അല്ലേ. അപ്പോൾ 7 + 5 12 seconds ആയി. ഇവിടെ 12 seconds ക്യൂ 3 എക്സിക്യൂട്ട് ചെയ്യും. ദെൻ 31 - 12 19 seconds ആവുമ്പോൾ ക്യൂ 3 നിന്ന് പ്രിയംപ്റ്റ് ചെയ്ത് ക്യൂ 4 ഷിഫ്റ്റ് ആവും. ക്യൂ 4 ടൈം കൊണ്ട് എത്രയാണ്, എഗെയിൻ 5 seconds ഇവിടെ ഇൻക്രിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 12 + 5 17 seconds ആണ് ടൈം ക്വാണ്ടം. അത്രയും ടൈം ക്യൂ 4 എക്സിക്യൂട്ട് ചെയ്യും. റിമൈനിങ് 19 - 7 2 seconds കൂടെ ഇനി പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യാനുണ്ട്. അത് ലാസ്റ്റ് ക്യൂവിൽ പോയിട്ട് ക്യൂ 5 എൻ്റർ ആവും. അവിടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ടോട്ടൽ എത്ര ക്യൂ ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്, 5 ക്യൂസിലാണ് കംപ്ലീറ്റ് ചെയ്തത്. എത്ര ടൈം ഇൻറ്ററപ്റ്റ് ചെയ്തു, ക്യൂ 1 2 seconds കഴിഞ്ഞപ്പോൾ ഇൻറ്ററപ്റ്റ് ആയി. ക്യൂ 2 7 seconds കൂടെ എക്സിക്യൂട്ട് ചെയ്തു, അവിടെ നിന്നും ഇൻറ്ററപ്റ്റ് ആയി. എഗെയിൻ ക്യൂ 3 വന്നു, എഗെയിൻ ക്യൂ 4 വന്നു. ഇത്രയും ടൈം ഇവിടെ ഇൻറ്ററപ്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞത് പ്രോസസ് ഈസ് ഇൻറ്ററപ്റ്റഡ് 4 times ആൻഡ് കംപ്ലീറ്റ് ഓൺ ക്യൂ 5. ക്യൂ 5 ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത്. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ.